ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മൾ ശ്രീമദ് ഭാഗവത ധ്യാനത്തിലൂടെ ശ്രീമദ് ഭാഗവതത്തിൻ്റെ സമഗ്രമായ വിശകലനമാണ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നതിൽ നമ്മളിപ്പം സപ്താഹയജ്ഞത്തിലെ അവസാന ദിവസത്തിലെ കഥാഭാഗങ്ങളെ കുറിച്ചിട്ടാണ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 11-ാമത്തെ സ്കന്ധത്തില് ഉദ്ധവോപദേശം വരെയുള്ള ഭാഗങ്ങളെ നമ്മൾ വിചാരം ചെയ്ത് അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് യദുകുലനാശം, യദുവംശസംഹാരം എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു വിവരമാണ് ലഭിക്കുവാനായിട്ടുള്ളത്. അതോടുകൂടിയാണ് ഈ ഏകാദശ സ്കന്ധം അവസാനിക്കുന്നത്. ഇവിടെ നമ്മൾ ഏകാദശ സ്കന്ധം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ കേൾക്കുകയുണ്ടായി, സനകാദി ഋഷീശ്വരന്മാരെ, ആദ്യ സന്യാസിമാർ, ആദ്യ മഹാത്മാക്കൾ, ആദ്യ ഗുരുജനങ്ങൾ, ആ ഗുരുജനങ്ങളെ നിന്ദിക്കാൻ വേണ്ടി, സന്യാസിമാരെ പരീക്ഷിക്കാൻ വേണ്ടി സാമ്പൻ നടത്തിയ, ഭഗവാന്റെ മക്കള് നടത്തിയ ദുരന്തകർമ്മത്തിന്റെ ഫലമാണ് വാസ്തവത്തിലെ യദുവംശസംഹാരം. കാരണം സന്യാസിമാരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ഇല്ലാത്ത വിഷയത്തെക്കുറിച്ചിട്ടാണ് അവരോട് ചോദിക്കുവാൻ തയ്യാറായത്. അതുകൊണ്ട് തന്നെ അവരെ ശപിച്ച് പോകുകയുമാണ് ചെയ്തത്. ഗുരുനിന്ദയുടെ, മഹർനിന്ദയുടെ, സന്യാസനിന്ദയുടെ ഫലം വ്യക്തിയുടെ നാശം മാത്രമല്ല, കുടുംബത്തിന്റെ നാശം മാത്രമല്ല, കുലത്തിന്റെ നാശം മാത്രമല്ല, ദേശത്തിന്റെ നാശം മാത്രമല്ല, രാഷ്ട്രത്തിന്റെ നാശം കൂടി ആ ഒരു നിന്ദയിൽ അന്തർഭവിക്കുന്നുണ്ട് എന്നുള്ള പരമാർത്ഥം ശ്രീ വേദവ്യാസ മഹർഷി നമുക്ക് വരച്ച് കാണിച്ചു തരികയാണ്. നമുക്കിനി 11-ാമത്തെ സ്കന്ധത്തിലെ അവസാന ഭാഗമായ യദുവംശസംഹാരം എന്നുള്ള ഭാഗത്തെക്കുറിച്ച് വിചാരം ചെയ്യാം. ഉദ്ധവോപദേശം ശ്രവിച്ച ഉദ്ധവൻ ബദരി ആശ്രമത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം യാദവന്മാരെല്ലാവരും കൂടിയിട്ട് ഭഗവാനോടൊപ്പം പ്രഭാസ തീർത്ഥക്കരയിലേക്ക് പുറപ്പെട്ടു പോയി. ദ്വാരകയിലുണ്ടായിരുന്ന കുട്ടികളും സ്ത്രീകളുമൊക്കെ ശംഖദ്വാരം എന്ന തീർത്ഥക്കരയിലേക്കുമാണ് പോയത്. അപ്പൊ ആ സമയം ഭൂമിയിലും ആകാശത്തിലും ഒരുപോലെ ദുർനിമിത്തങ്ങള്, ദുർലക്ഷണങ്ങള് കാണുകയുണ്ടായി. കണ്ടതിൽ നിന്നും ഭയങ്കരമായ ഒരു നാശത്തിന്റെ സമീപത്താണ് ഞങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് ദ്വാരകാവാസികൾക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എന്തുകൊണ്ടും അനിവാര്യമായിരിക്കുന്ന, സംഭവിക്കാൻ പോകുന്ന ഒരു ആപത്തിൽ നിന്ന് മോചിക്കുവാൻ ഏതെങ്കിലും ഒരു ഉപായ മാർഗമുണ്ടെങ്കിൽ അത് സത്കർമ്മങ്ങളെ കൊണ്ടേ സാധ്യമാവും, സദ്ധർമ്മത്തിന്റെ ആചാരം കൊണ്ടേ സാധ്യമാവും. അപ്പൊ ആപത്ത് അനുഭവിക്കേണ്ടി വന്നാലും, ദുരന്തഫലത്തിന്റെ ഫലമായിട്ട് ദേഹം നശിച്ചാലും ആത്മാവിനെ പതിയെ പതിയെ മോക്ഷം കൈവരിക്കുവാൻ സാധ്യമാകും. ശ്രേഷ്ഠമായ ജന്മങ്ങളിലൂടെ വന്ന് അതിനെ ആത്യന്തികമായ മോക്ഷപ്രാപ്തിക്ക് സഹായിക്കും സദ്ധർമ്മങ്ങളുടെ ആചാരം. ഇവിടെ അവര് എല്ലാവരും ഇപ്പൊ തീർത്ഥക്കരയിലേക്ക് പോയിരിക്കുകയാണ്. എന്നാൽ കുറച്ചാളുകൾ ഇപ്പോൾ ദ്വാരകയിൽ ഉണ്ട്. ബാക്കി എല്ലാവരുമാണ് അതാത് തീർത്ഥസ്ഥാനങ്ങളിലേക്ക് പോയത്. അങ്ങനെ അന്ന് വൈകുന്നേരമായതോടുകൂടിയിട്ട് അവരെല്ലാവരും തീർത്ഥക്കരയിൽ എത്തിച്ചേരുകയാണ് ചെയ്തത്. തീർത്ഥക്കരയിലെത്തി അവര്
സന്ധ്യാവന്ദനം മുതലായിരിക്കുന്ന നിത്യകർമ്മങ്ങളെയെല്ലാം വേണ്ടതുപോലെ ആചരിച്ചു. എന്നിട്ട് അന്ന് എന്തായാലും ഉപവാസത്തോടുകൂടി ഗുരുപതിഷ്ഠമായിരിക്കുന്ന ഇഷ്ടദേവതയുടെ ഉപാസന ചെയ്തുകൊണ്ട് കഴിച്ചു കൂട്ടാമെന്ന് അവരെല്ലാവരും നിശ്ചയിക്കുകയാണ്. അങ്ങനെ അവർ നിശ്ചയിച്ചു. എന്നാൽ രാത്രി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ചിലർക്ക് നമുക്കിനി കുറച്ചെന്തായാലും മദ്യസേവാവാം എന്നൊരു തോന്നലുണ്ടാവുകയാണ്. ഭൂരിപക്ഷം പേരും അതിനാദ്യം തടഞ്ഞു, എതിർത്തു. എന്നാൽ എന്തോ പറയട്ടെ, കുറച്ചു പേര് ആരംഭിച്ച ആ മദ്യപാനം അവിടെ കൂടിയിരുന്ന പുരുഷന്മാരായ അവരെല്ലാവരും ആ മദ്യത്തെ അങ്ങോട്ട് സേവിക്കുവാൻ ഇടയായിത്തീരുകയാണ് ചെയ്തത്. ഇന്ന് ആ മദ്യപാനത്തിന്റെ അനന്തരഫലം എന്താണ്? അതിനു മുമ്പൊന്നും അത്രയധികം ലക്ക് കെടുന്ന രീതിയിൽ അവരാരും മദ്യപിച്ചിട്ടില്ല. എന്തുകൊണ്ടോ അവരെല്ലാവരും സ്വബോധം പൂർണ്ണമായിട്ടും നശിക്കുന്നത് വരെയും മദ്യത്തിന്റെ ലഹരിയിൽ അങ്ങോട്ട് ആണുപോകുകയാണ് ചെയ്തത്. അങ്ങനെ മദ്യത്തിൻ്റെതായിരിക്കുന്ന ലഹരിയിൽ പരസ്പരം മതിമറന്ന അവര് അങ്ങോട്ട് കലഹിക്കാൻ തുടങ്ങി. കലഹമാദ്യം വാക്കുകളെ കൊണ്ടായിരുന്നു. ആ വാക്കുകൾ പിന്നെ ചെറിയ ചെറിയ കയ്യാങ്കളിയിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ആ കയ്യാങ്കളി പിന്നീട് എന്തായി? അവര് ആയുധങ്ങളെ കൊണ്ട് പരസ്പരം യുദ്ധം ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് ആ തീർത്ഥക്കര മുഴുവൻ ഇപ്പോഴെന്താണ്? ഒരു ഭയങ്കരമായ യുദ്ധഭൂമിയായിട്ട് അങ്ങോട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്നാ യുദ്ധരംഗത്തിലെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അത് വളരെ രസകരമാണ്. കാരണം അവിടെ സത്യത്തിൽ ആരൊക്കെയാണ് അവിടെ യുദ്ധം ചെയ്തിരുന്നെന്ന് ചിന്തിച്ചു നോക്കിയോ? അവിടെ യുദ്ധം ചെയ്തിരുന്നവര് പരസ്പരം അച്ഛനും മക്കളും, ചേട്ടനും സഹോദരനും, മിത്രങ്ങളും ബന്ധുക്കളും, ഇങ്ങനെയൊക്കെയുള്ളവരായിരുന്നു അവിടെ വാസ്തവത്തിൽ അങ്ങോട്ട് മദ്യത്തിന്റെ ലഹരിയിൽ അങ്ങോട്ട് പിടിപെട്ട് പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആ അർദ്ധരാത്രി സമയത്ത് വിജനവും പ്രശാന്തവുമായിരിക്കുന്ന ആ തീർത്ഥക്കരയെ ഇപ്പം ഈശ്വരന്റെ സംഹാരതാണ്ഡവ പ്രദേശമായിട്ട് അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. ക്രമേണ യുദ്ധം കൂടുതൽ കൂടുതൽ ഭയങ്കരമായി തുടങ്ങി. അവിടെയുള്ളവരെല്ലാം ഓരോരുത്തരായിട്ട് മരിച്ച് വീഴുവാനും തുടങ്ങി. അങ്ങനെ ആ പ്രദേശം ശവങ്ങളെ കൊണ്ട് നിറയുവാനും തുടങ്ങി. അവിടെ രക്തം നദി പോലെ പ്രവഹിക്കുവാൻ തുടങ്ങി. എന്നാ ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ, ഇത്രയൊക്കെ ആയിട്ടും തങ്ങൾ എന്തിനെയാണ് ഇങ്ങനെ പരസ്പരം യുദ്ധം ചെയ്തതെന്ന് അവർക്കാർക്കും ഒരു എത്തും പിടിയും കിട്ടിയില്ല. എന്നാ അവർക്കത് എത്തും പിടിയും കിട്ടിയില്ല, മനസ്സിലായില്ല എന്ന് മാത്രമല്ല, അതെന്തിനു വേണ്ടിയാണെന്ന് ആലോചിക്കുവാൻ അവരാരും തയ്യാറായതുമില്ല. അതിലൂടെ ഋഷി നമ്മളോട് കാണിച്ചിരുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ലോകത്തിലെ ആര് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയുടെയും ആവശ്യം സത്യത്തില് ആരെങ്കിലും മനസ്സിലാക്കാറുണ്ടോ? ഞാനിപ്പോൾ ഈ ഭാഗവത ധ്യാനം സത്സംഗ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലരിത് ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു ചിലരിത് അവരവരുടേതായിരിക്കുന്ന അറിവിന്റെ വെളിച്ചത്തിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇതെന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ഇതിനെ സംബന്ധിച്ച് സന്യാസധർമ്മത്തിലേക്ക് പ്രവേശിച്ച ഒരു യതിയോട് പഠനപാഠനങ്ങളിലൂടെ വേദാന്ത വിചാരവുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഗുരുവചനം. അപ്പൊ അതിൽ പ്രത്യേകിച്ച് ഒരു ദൗത്യം കൂടി കർമ്മജ്ഞാന കാണ്ഡങ്ങളുടെ സമന്വയവും അത് പൂർണ്ണമാക്കണം എന്നതുമാണ്. ഇവിടെ കർമ്മകാണ്ഡം എന്ന് പറയുമ്പോൾ ജപം, പൂജ, യാഗം, ധ്യാനം മുതലായിരിക്കുന്ന സാധനകളാണ്. അപ്പൊ അതിലേക്കുള്ള അറിവുകളും അപ്രകാരം സന്യാസത്തിലൂടെ മോക്ഷം പ്രത്യക്ഷ സിദ്ധമാക്കുവാൻ യോഗ്യതയുള്ളവർക്ക് ആവശ്യമായിരിക്കുന്ന ജ്ഞാനയജ്ഞങ്ങളും പകർന്നുകൊണ്ട്
ജീവിതം തുടരണമെന്നാണ് ഗുരുക്കന്മാരുടെ ഉപദേശവും ദേവിയുടെ ആജ്ഞയും. അതിനെ ശിരസാവഹിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഈ ഭാഗവത ധ്യാനം പോലെയുള്ള സത്സംഗ പ്രഭാഷണം ഈ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ഭൂരിപക്ഷം പേരും ഞാൻ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. കാരണം ഈശ്വര നിയന്ത്രിതമായ ഒരു പ്രത്യേക ശക്തിവിശേഷത്തോടുകൂടി ഓരോരുത്തരും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതെന്തിനാണെന്ന് അവർക്കോ അത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർക്കോ മനസ്സിലാക്കുവാനും സാധിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, അവർക്കാർക്കും അത് ചെയ്യാതിരിക്കുവാൻ നിർവാഹമില്ല. എന്തുകൊണ്ടെന്നാൽ അനിഷേധ്യമായിരിക്കുന്ന അനിയന്ത്രിതമായിരിക്കുന്ന ഏതോ ഒരു ശക്തിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് അനുനിമിഷം ഓരോ ജീവന്മാരും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അതിൽ പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. കാരണം അതാർക്കും അറിയുവാൻ കഴിയാത്ത കാര്യമാണ്. അതിനാൽ അത് ആരോട് ചോദിക്കും? പക്ഷേ ഒരാൾക്കെങ്കിലും പ്രസ്തുത അനിഷേധ്യ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ സാധിക്കുന്നുമില്ല. അതാണ് അതിൻ്റെ വേറൊരു വശം. അപ്പൊ അവശന്മാരായിട്ട് ഓരോ നിമിഷവും ഓരോരുത്തരും എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേണ്ടാത്തതും ചീത്തയുമാണെന്ന് അറിഞ്ഞിട്ടും അതേ പ്രവൃത്തിയെ തന്നെ ചിലപ്പോൾ ചിലരെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയുമാണ് ചെയ്യുന്നത്. ചിലരോട് തുറന്നു ചോദിച്ചാൽ ഞങ്ങളീ ചെയ്യുന്നത് ശരിയല്ല, ഞാനീ ചെയ്യുന്നത് ചീത്തയാണ്, അധർമ്മമാണ്, ശരികേടാണ് എന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ട്. എന്നാലും ഏതെങ്കിലും രീതിയിൽ അവർക്കത് ചെയ്യാതിരിക്കുവാൻ കഴിയുന്നുമില്ല. അതൊക്കെയാണ് ലോക സ്വഭാവം. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് മോചിക്കുവാൻ കഴിയുന്നതാണ് സന്യാസധർമ്മം. വിവേകം കൊണ്ട് ആത്മഭാവത്തിലേക്ക് ഉണർന്ന് ബ്രഹ്മനിഷ്ഠ തനിക്കും മറ്റുള്ളവർക്കും പ്രദാനം ചെയ്യുമെന്ന രീതിയിലുള്ളൊരു ജീവിതധർമ്മമാണ് ഒരു സന്യാസ ജീവിതത്തിൽ അന്തർഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഭൂരിപക്ഷം പേർക്കും ഞങ്ങൾ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് അറിയാതെയാണ് അവർ ഓരോരുത്തരും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ലോക സ്വഭാവത്തിൻ്റെതായ മാസ്മരികമായ ലഹരിയിലാണിപ്പോൾ ഇവിടെ യാദവ വംശവും എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കും അതിനെ അനുകൂലിക്കാതിരിക്കുവാൻ പറ്റിയില്ല. അവരും യുദ്ധം ചെയ്യുകയാണ് ചെയ്തത്. അതിനാൽ അവരെന്തിനാണ് യുദ്ധം ചെയ്യുന്നതെന്ന് അവർക്കോ മറ്റുള്ളവർക്കോ തിട്ടപ്പെടുത്തുവാനും സാധിച്ചില്ലെന്ന് മാത്രമല്ല അവരാരും അതറിയുവാനോട്ട് പ്രയത്നിച്ചതുമില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമായിരുന്നു, അവർക്കാർക്കും പരസ്പരം അടിച്ചു മരിക്കാതിരിക്കുവാൻ സാധിച്ചില്ല. എന്നാൽ ഭഗവാനും ബലരാമനും കൂടി ആ പ്രക്ഷുബ്ധമായിരിക്കുന്ന അന്തരീക്ഷത്തെ ശാന്തമാക്കുവാൻ ഒരു പ്രയത്നം ചെയ്തു നോക്കി. എങ്കിൽ അവര് പോലും അവരുടെ ക്രോധത്തിന് ഇരയായിട്ട് തീരുകയാണ് ചെയ്തത്. എന്തായാലും പ്രഭാതമാകുവാൻ ആയപ്പോഴേക്കും യാദവന്മാരെല്ലാം പരസ്പരം അടിച്ച് മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ അത്യാഹിതത്തെ കണ്ട ബലരാമദേവൻ ഈശ്വരഹിതത്തെ സ്വയം മനസ്സിലാക്കുകയാണ്. അങ്ങനെ വനത്തിനുള്ളിൽ പ്രവേശിച്ച് ഒരാൽവൃക്ഷത്തിന്റെ കീഴിൽ പത്മാസനത്തിൽ അങ്ങോട്ട് ഇരുന്ന് ആ യോഗശക്തി കൊണ്ട് മൂർധാവിനെ ഭേദിച്ച് ശരീരത്തെ വിട്ട് പരമപദമായ ശ്രീ വൈകുണ്ഠപദത്തെ പ്രാപിക്കുകയും ചെയ്തു. അതെല്ലാം കണ്ടതോടെ സർവാന്തര്യാമിയും സർവജ്ഞനും സർവനിരന്തായുമായ ഭഗവാനും ഇനി എനിക്കും അന്തർധാനം ചെയ്യുവാനുള്ള സമയം സമാഗതമായിരിക്കുന്നു എന്നുള്ളതിനെ ബോധിച്ചിരിക്കുകയാണ്. അങ്ങനെ വനത്തിനുള്ളിലേക്ക് കയറി ഒരു വൃക്ഷത്തിന്റെ കീഴിൽ അങ്ങനെ വീരാസനത്തിൽ ഇരിക്കുകയും ചെയ്തു. അപ്പോഴാണ് ചെരയെന്ന് പറയുന്ന കാട്ടാളൻ ആ കാട്ടില് നായാട്ടിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. പ്രഭാതത്തിൽ തന്നെ ഇറങ്ങിയാൽ ഇരതെണ്ടി മടങ്ങുന്ന വല്ല മൃഗങ്ങളെയും കിട്ടുമെന്ന അത്യാർത്തിയോട് കൂടിയിട്ട് അവൻ കാട്ടിൽ അങ്ങുമിങ്ങും ചുറ്റി തിരിഞ്ഞു നടക്കുകയാണ്.
ആ സമയം അവന്റെ കയ്യിൽ മത്സ്യോദരത്തിൽ നിന്നും കിട്ടിയ കുരുമ്പ് കഷ്ണം കൊണ്ട് പുതുതായി ഉണ്ടാക്കിയ മൂർച്ചയേറിയ ശരവും കയ്യിലുണ്ടായിരുന്നു. കാട്ടുകൊന്തകളുടെ ഇടയിൽ കൂടെ താണും ഞെരിഞ്ഞും അങ്ങനെ നോക്കി നോക്കി ചുറ്റി സഞ്ചരിച്ചിരുന്ന അവനെ ഭഗവാന്റെ തൃപ്പാദം ദൂരത്തെ ആ പൊന്തകളുടെ ഇടയിൽ കൂടെ കാണുവാൻ സാധിച്ചു. എന്നാൽ ഇത് ഭഗവാന്റെ തൃപ്പാദമായിട്ടല്ല അവനെ അറിയുവാൻ കഴിഞ്ഞത്. പിന്നെയോ, അതായത് ഭഗവാൻ വലത്തുകാൽ തുടയിൽ പതിഞ്ഞിരിക്കുന്ന ഇടത്തുകാലിന്റെ അറ്റം അമർച്ച ഹേതുവായിട്ട് ചുവന്ന വർണ്ണത്തിൽ ഒരു മാണിക്യരത്നം പോലെ ദൂരത്തു നിന്നും കാണുകയാണ് ചെയ്തത്. ജരയ്ക്കത് കണ്ടപ്പോഴോ അതൊരു മാനിന്റെ കണ്ടപ്രദേശമാണെന്ന് അങ്ങനെ തോന്നുകയാണ് ചെയ്തത്. ഉടനെ തന്നെ അവൻ തന്റെ പുതിയ ശരത്തെ ആ ലക്ഷ്യത്തിലേക്ക് അങ്ങോട്ട് അയച്ചതിന് ശേഷം ബാണത്തിന്റെ പിന്നാലെ അവനും ഓടി തന്റെ ലക്ഷ്യത്തിൽ എത്തി അതിനെ എടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അടുത്ത് ചെന്ന് കണ്ടപ്പോൾ ആ കാട്ടാളൻ വളരെയധികം പരവശനായി. എന്താ കണ്ടതെന്നറിയോ? ശംഖചക്ര ഗദാപത്മങ്ങളെ ധരിച്ച് 4 തൃക്കൈകളോടുകൂടി ശ്രീവത്സം, കൗസ്തുഭം, ഹാരം, വനമാല, പീതാംബരം എന്നിവ കൊണ്ട് അലങ്കരിച്ച ഉജ്ജ്വലമായ തേജസ് കൊണ്ട് എല്ലാ ദിക്കുകളെയും പ്രകാശമാനമാക്കി അവിടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ വൈഷ്ണവമൂർത്തിയെ, വൈകുണ്ഠനാഥന്, ഭൂലോകനാഥന് കാണുകയാണ് ജര. അപ്പോഴോ ആ കാഴ്ചയിൽ തൃപ്പാദത്തിൽ താൻ അയച്ച മൂർച്ചയേറിയ ശരം തുളഞ്ഞു കയറിയിട്ടുമുണ്ട്. അത് കണ്ടതോടുകൂടി അടക്കാൻ കഴിയാത്ത ദുഃഖഭാരത്തോടെ കാട്ടാളൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മണ്ണിൽ വീണുരുണ്ട് തല തല്ലിത്തൊഴിച്ചുകൊണ്ട് പലതും വിളമ്പി പറയുവാൻ. കഷ്ടം, എനിക്കിങ്ങനെയൊരു ദിവ്യമംഗള രൂപത്തെ ഈ ലോകത്തിന് കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. എന്നാൽ ഇങ്ങനെയൊന്നിനെ നശിപ്പിക്കുവാൻ ഞാനൊരു നിമിത്ത കാരണമായിട്ട് തീരുകയാണല്ലോ ഉണ്ടായത്. എന്നെപ്പോലെ അകൃത്യം, അധർമ്മം ചെയ്യുവാനുള്ളൊരു പാപി ഈ ലോകത്തിൽ വേറെ ആരാണ് ഉണ്ടായിട്ടുള്ളത്? ഇനിയെങ്കിലും ഇത്തരത്തിലുള്ളൊരു നീചകർമ്മം ഞാൻ ചെയ്യാതിരിക്കുവാൻ വേണ്ടി ഭഗവാനെ അവിടുന്ന് ഈ ക്ഷണത്തിൽ തന്നെ എന്നെ നിഗ്രഹിക്കണം എന്ന് പറയുകയാണ്. അപ്പൊ ജരയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ജരെ, നീ നല്ല വ്യക്തിയാണ്, ആയതുകൊണ്ട് തന്നെ നിനക്ക് വ്യസനത്തിന് യാതൊരു കാരണവുമില്ല. കാരണം നീ ഇത് ചെയ്തത് എന്റെ ഇച്ഛയാണ്, എന്റെ ഇച്ഛ കൊണ്ടാണ് നീ ഈ ധർമ്മം ഇപ്പോൾ ആചരിച്ചിരിക്കുന്നത്. അത് നീ വിദഗ്ധമെന്ന് നിറവേറ്റുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നീ എന്റെ സന്തോഷത്തിന് പാത്രീഭൂതമാവുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഫലം നിനക്ക് ഈ നിമിഷത്തിൽ തന്നെയുള്ള സ്വർഗപ്രാപ്തിയാണ്, സ്വർഗാനുഭൂതിയാണ്. അങ്ങനെ ഭഗവാൻ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും സ്വർഗത്തിൽ നിന്നും വിമാനം വന്ന് ജരയെ അതിൽ കയറ്റി സ്വർലോകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും സമയം നല്ലവണ്ണം വെളുത്തു, പ്രഭാതമായി. നോക്കുന്നിടത്തൊക്കെന്നാൽ മുഴുവൻ ശവങ്ങൾ മാത്രമാണ് കാണുവാനുള്ളത്. ശവങ്ങളാകട്ടെ അങ്ങിങ്ങ് ചിന്നിച്ചിതറി കിടക്കുകയാണ്. അങ്ങനെ അത്യന്തം പരിപാവനമായിരിക്കുന്ന മഹാതീർത്ഥക്കര ഒരു മഹാസംഹാരത്തിന്റെ രംഗമായിട്ട് അങ്ങനെ പരിണമിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ജീവനോടുകൂടിയ ഒരു ശരീരത്തെയെങ്കിലും അവിടെ കാണുവാൻ സാധിച്ചില്ല. എവിടെ നോക്കിയാലും രക്തത്തിൽ മുങ്ങിയ ശവങ്ങൾ മാത്രമാണ് അവിടെ കാണുവാനുണ്ടായത്. ഭഗവാന്റെ സാരഥിയായ ദാരുകൻ ഈ കാഴ്ച കണ്ട് അത്യന്ത പരിഭ്രമങ്ങളോടുകൂടി ഇടയിൽ ചാടി ചാടി നടന്ന ആ രംഗം മുഴുവൻ ചുറ്റിത്തിരിക്കുകയാണ്. ഭയവസനങ്ങളോടുകൂടി ആ ദാരുകൻ ഭഗവാൻ അതിലെങ്ങാനും ഉണ്ടോ എന്നാണ് കരഞ്ഞുകൊണ്ടിരുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള അന്വേഷണത്തിൽ ഭഗവാനെ കാണുവാൻ സാധിച്ചില്ല. അങ്ങനെ ആ അന്തരീക്ഷത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ തുളസിയുടെ സുഗന്ധം
തന്റെ നാസികാദ്വാരത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായിത്തീർന്നു. ഇത് ഭഗവാന്റെ വനമാലയിൽ നിന്ന് തന്നെയാണെന്ന് ദാരുകന് ബോധ്യമായി. അങ്ങനെ വായുവിന്റെ മാർഗത്തെ ലക്ഷ്യമാക്കി പിടിച്ചുകൊണ്ട് കാട്ടിനുള്ളിൽ കടന്ന് തെരയുകയാണ്. അങ്ങനെ അന്വേഷിച്ച് കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോഴെന്താണ്, ഏതൊരു സ്ഥിതിയിലാണോ ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നത് ആ നിലയിൽ കാണുകയാണ്. ആ കാഴ്ച ദാരുകനെ എത്രമാത്രം വേദനിപ്പിച്ചു എന്ന് പറയേണ്ടതില്ല. അത്രമാത്രം ദുഃഖിതനായി തീർന്ന ആ രംഗം കണ്ടത്. അങ്ങനെ മണ്ണിൽ വീണ്ട് മനമുരുകി പൊട്ടിക്കരയുകയാണ്. അപ്പോൾ ഭഗവാൻ ആ ദാരുകനെയും തത്വോപദേശം കൊടുത്ത് ആത്മപ്രബുദ്ധനാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് വേഗത്തിൽ ദ്വാരകയിൽ പോയി അവിടെ വല്ലവരുമുണ്ടെങ്കിൽ അവരോടൊക്കെ ദ്വാരക വിട്ടു പോകണമെന്ന് നിർദ്ദേശിക്കാൻ പറഞ്ഞു. കാരണം 7 ദിവസത്തിനുള്ളിൽ ദ്വാരകയും ജലം കയറി നശിച്ചു പോകുന്നതാണ്. പിന്നെ അർജുനൻ അവിടെ ഉണ്ടെങ്കിൽ ദ്വാരകയിലുള്ളവരെ ഹസ്തിനാപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകണമെന്നും പറയാൻ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോഴേക്കും തേരും കുതിരകളും ആയുധങ്ങളുമെല്ലാം താനെ ആകാശത്തേക്ക് അങ്ങോട്ട് പൊന്തി മേലോട്ട് ഉയർന്നു. ദാരുകൻ മാത്രം അവിടെ ബാക്കിയാവുകയും ചെയ്തു. ഈ ഭഗവാന്റെ ദിവ്യമായ ആയുധങ്ങള് ജരാസന്ധനുമായുണ്ടായിരുന്ന ആദ്യത്തെ യുദ്ധത്തിന്റെ സന്ദർഭത്തില് സ്വർഗലോകത്തിൽ നിന്നും ഇന്ദ്രന്റെ പ്രേരണയാൽ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ എവിടെ നിന്നാണോ ആ ദിവ്യങ്ങളായിരിക്കുന്ന രഥവും ആയുധങ്ങളും എല്ലാം വന്നത്, അവയെല്ലാം വന്നിടത്തേക്ക് തന്നെ പോവുകയും ചെയ്തു. അങ്ങനെ വ്യസനഭാരം കൊണ്ട് തളർന്ന ദാരുകൻ ദ്വാരകയിലേക്ക് ചെല്ലുകയുമാണ് ഉണ്ടായത്. ഇനി ഭഗവാന്റെ സ്വർഗാരോഹണത്തിനുള്ള സമയവും ഒരുക്കങ്ങളും പൂർത്തിയായി. ഈ ഭഗവാന്റെ സ്വർഗാരോഹണം എന്ന് പറയുന്ന വാസ്തവത്തിൽ സ്വധാമഗമനമാണ്. ഭഗവാന്റേത് സ്വധാമഗമനമാണെങ്കിലും ഇത്തരുണത്തിൽ നമ്മൾ പ്രധാനമായൊരു കാര്യത്തെ വിചാരം ചെയ്തറിയുവാനുണ്ട്. ഭഗവാൻ എന്തുകൊണ്ട് സ്വധാമഗമനം ഈ രീതിയിൽ കലാശിച്ചു ഭഗവാനായിട്ട്? കാരണം ധർമ്മദണ്ഡോസ്മി, ധർമ്മത്തെ ദണ്ഡിക്കുവാൻ ഇവിടെ ഭഗവാന് പോലും ഈശ്വരന് പോലും സാധ്യമല്ല എന്നുള്ളൊരു ആശയമാണ് ഇതിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം ആദ്യകാലത്ത് രാജ്യഭരണ സമയത്ത് ദണ്ഡോസ്മി എന്ന് രാജാവ് പറയുന്ന സാഹചര്യത്തിൽ രാജഗുരു പറയും ധർമ്മദണ്ഡോസ്മി, നിന്നെ ദണ്ഡിക്കുവാൻ ഇവിടെ ധർമ്മമുണ്ട് എന്ന്. എന്തായാലും ധർമ്മം സത്യത്തിൽ ഈശ്വരന്റെ പര്യായ ശബ്ദം തന്നെയാണ്. അപ്പൊ ആ ഈശ്വരൻ സത്യത്തിൽ നാമരൂപങ്ങൾക്ക് അതീതമായിരിക്കുന്ന നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപമായ പരമാത്മ ചൈതന്യം തന്നെയാണ്. ആ പരമാത്മ ചൈതന്യം ഈശ്വര ദൗത്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി അവതാര സ്വരൂപത്തിൽ അവതരിച്ചു കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള അനർത്ഥങ്ങളോ അധർമ്മങ്ങളോ അവരുടെ ഭാഗത്തിൽ നിന്നുണ്ടായാൽ അവരുടെ അന്ത്യവും അതിനനുസരിച്ചായിരിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത്. ആയതുകൊണ്ട് ഭാഗവത ധ്യാനം ശ്രവിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം, നിങ്ങൾ ഏതൊരു ധർമ്മം ആചരിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത് അത് സത്യത്തിൽ നിങ്ങൾക്ക് ധർമ്മമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. അത് അറിവുള്ളൊരു ഗുരുവിൽ നിന്ന് മനസ്സിലാക്കണം എങ്ങനെയാണ് ധർമ്മം ആചരിക്കേണ്ടതെന്ന്. അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ ധർമ്മം ആചരിച്ചില്ലെങ്കിൽ നോക്കൂ, ഈശ്വരാവതാരങ്ങൾക്ക് പോലും ധർമ്മത്തെ പൂർത്തീകരിക്കുവാൻ ആകാത്തതുകൊണ്ട് അവര് പോലും ധർമ്മത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടാണ് ഇവിടെ നിന്നും പോയിട്ടുള്ളത്. ആയതിനാൽ ബോധമുള്ളവരെല്ലാം ധർമ്മം ആചരിക്കുക. അതിന് സരളമായ മാർഗമാണ് ഈ ഭാഗവതത്തിനുള്ളിലൂടെ എല്ലാവരോടും ഉപദേശിക്കുന്നത്. ശ്രീ ഗുരു ഉപദേശിക്കുന്ന ഇഷ്ടദേവതയുടെ മൂലമന്ത്രം ജപിച്ചുകൊണ്ട് ഗുരു ഉപദേശിക്കുന്ന ഈശ്വരദേവതയുടെ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ധർമ്മത്തെ ഈശ്വരപൂജയാണെന്നുള്ള മനോഭാവത്തോടുകൂടി സധൈര്യം ആചരിച്ചു മുന്നോട്ട് പോവുകയാണ് അതിനുള്ള സരള മാർഗം. ഇപ്പോ ഭഗവാൻ സ്വധാമഗമനത്തിന് വേണ്ടി തയ്യാറായി.
അങ്ങനെ തന്നിൽ നിന്നും വികസിച്ച തന്റേതായ വിഭൂതികളെ മുഴുവൻ തന്നിൽ തന്നെ ലയിപ്പിച്ചു. അനന്തരം ജനങ്ങളുടെ കണ്ണുകൾക്ക് ആനന്ദസായകമായ തന്റെ ദിവ്യസ്വരൂപത്തെയും അവ്യക്തമായ നിർഗുണഭാവത്തിൽ ലയിപ്പിക്കുവാൻ വേണ്ടി തീർച്ചപ്പെടുത്തുകയാണ്. ബ്രഹ്മാവടക്കമുള്ള എല്ലാ ദേവശ്രേഷ്ഠന്മാരും ദേവന്മാരും ഉപദേവന്മാരും എല്ലാവരും ഋഷികളും അപ്സരസുകളും എന്ന് വേണ്ട ഊർധ്വലോകസ്ഥന്മാരായ എല്ലാവരും ഭഗവാന്റെ ദിവ്യമായ സ്വർഗാരോഹണ മത്ഹോത്സവത്തെ കാണുവാനുള്ള ഉത്സാഹത്തോടും തൃഷ്ണയോടും സന്തോഷത്തോടും കൂടി ആകാശത്തിൽ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. പുഷ്പവർഷം ചെയ്തു, കീർത്തനങ്ങളെ പാടി നൃത്തം ചെയ്തു അവിടുത്തെ സേവിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ദേവസംഘത്തെ ഭഗവാൻ എന്ന് നോക്കി. ഹണിയണിയായി നിരന്നു നിൽക്കുന്ന ദേവന്മാരുടെ മധ്യത്തിൽ കൂപ്പുകയോടെ ഭക്തിപരവശനായി അവിടുത്തെ സ്ഥിതിച്ചുകൊണ്ട് നിൽക്കുന്ന ബ്രഹ്മദേവന്റെ മുഖത്ത് രണ്ട് ദൃഷ്ടികളെയും ഉറപ്പിച്ചു. അവതാരത്തിന് വേണ്ടി സ്വീകരിച്ചതും അവതരിച്ചു ഭൂമിയിൽ വ്യാപരിച്ചു കൊണ്ടിരുന്ന കാലത്ത് പലതരത്തിൽ ചിന്നിച്ചിതറിയതുമായ തന്റെ എല്ലാ വിഭൂതികളെയും സ്വധാമഗമന സമയത്ത് ഒന്നിച്ചുകൂട്ടി യോജിപ്പിച്ച് ശരീരത്തിൽ നിർത്തിയിരുന്നതിനെ ദൃഷ്ടിയിൽ കൂടെ ബ്രഹ്മദേവനിൽ കൂടെ അവ്യക്തമായ ശ്രീ വൈകുണ്ഠ ലോകത്തേക്ക് നയിച്ചു ഭഗവാൻ തൃക്കണ്ണുകളെ അടച്ചു. ആകാശത്തിൽ ക്ഷണനേരം കാണുന്ന മിന്നൽ പിണര് എപ്രകാരമാണ്, എവിടെ നിന്നാണ് ഉണ്ടായതെന്നോ എവിടേക്കാണത് പോകുന്നതെന്നോ ആർക്കും അറിയുവാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ദിവ്യമനോമോഹനമായ ഭഗവത് സ്വരൂപം എവിടെ നിന്നുണ്ടായെന്ന് അറിയുവാൻ കഴിയാതിരുന്ന മാതിരി തന്നെ എവിടെ പോയി എന്നും ആർക്കും അറിയുവാൻ സാധിച്ചില്ല. അതുപോലെ അവ്യക്തതയിൽ അങ്ങോട്ട് ലയിച്ചു. തന്റെ ധർമ്മസ്വരൂപത്തെ ശ്രീമദ് ഭാഗവതത്തിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് ഭഗവാൻ അന്തർധാനം ചെയ്തത്, സുധാമഗമനം ചെയ്തത്. പ്രത്യക്ഷ വാങ്മയമായ ഈശ്വര സ്വരൂപത്തിന്റെ അറിവുകളാണ് ശ്രീമദ് ഭാഗവതത്തിൽ പ്രകാശിച്ചു നിൽക്കുന്നതെന്ന പരമാർത്ഥം നമ്മളെല്ലാവരും സ്മരിക്കേണ്ടതാണ്. അതിന്റെ ഗൗരവത്തോടു കൂടി തന്നെ പ്രചരിപ്പിക്കണം, ആചരിക്കണം. അല്ലാതെ മറ്റേതെങ്കിലും ഉത്സിതമായിരിക്കുന്ന ഉദ്ദേശങ്ങളോട് കൂടിയിട്ടായിരിക്കരുത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തെ ആചരിക്കേണ്ടതെന്നും ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ സത്യധർമ്മ സ്വരൂപമായ ഭഗവാന്റെ അവതാരത്തോടെ ഭൂമിയിലെങ്ങും വ്യാപിച്ചിരുന്ന സത്യധർമ്മങ്ങളും അവിടുത്തെ അന്തർധാനത്തോടുകൂടി കുറേശ്ശെയായിട്ട് ഭൂമിയിൽ നിന്നും തിരിച്ചു പോകുവാനും അവിടുത്തെ സ്വർഗാരോഹണം കഴിഞ്ഞതോടുകൂടി ആ ദിവസം മുതൽ കലിയുഗം ആരംഭിക്കുകയും ചെയ്തു. ഈ കലിയുഗത്തെങ്കിലും ധർമ്മം നിലനിർത്തുവാനുള്ള ഏകമായ ഉപായമാർഗം ജപസാധനയിലൂടെ മനസ്സിൽ ധൈര്യം നിലനിർത്തിക്കൊണ്ട് സ്വധർമ്മം നിസ്സങ്കോചം ആചരിക്കുക എന്നത് തന്നെയാണ്. പിന്നീട് ദ്വാരകയിൽ ഉണ്ടായിരുന്ന ഭഗവത് പത്മാരടക്കം മിക്ക സ്ത്രീകളും ദാരുകന്റെ മുഖത്തിൽ നിന്നും ഭഗവൻ നിര്യാണത്തെ കേട്ടതോടുകൂടി പലരും ആ ക്ഷണത്തിൽ തന്നെ അവിടെ തളർന്നു വീണ് മരിച്ചു. ചിലരെല്ലാവരും സതി അനുഷ്ഠിച്ചോ അഗ്നിപ്രവേശം ചെയ്തു ശരീരത്തെ ഉപേക്ഷിച്ചു. പുരുഷന്മാരും പല പ്രകാരത്തിലും ശരീരത്യാഗത്തെ ചെയ്തു. എല്ലാം കഴിഞ്ഞ് അവസാനം ശേഷിച്ച 4-5 യാദവന്മാരോട് കൂടിയിട്ട് അർജുനൻ ഹസ്തിനാപുരത്ത് വന്ന് യുധിഷ്ഠിര രാജാവിനെ വിവരം ധരിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ പാണ്ഡവന്മാര് ഹിമാലയത്തിലേക്ക് മഹാപ്രസ്ഥാനവും ചെയ്തു. ഇപ്രകാരം ദിവ്യമായിരിക്കുന്ന ഭഗവാന്റെ സ്വർഗാരോഹണ മഹോത്സവത്തെ ഭക്തിശ്രദ്ധയോടെ സ്മരിക്കുകയോ കീർത്തിക്കുകയോ ചെയ്യുന്നവർക്കൊക്കെ മരണഭയം നീങ്ങി അന്ത്യത്തിൽ കൈവല്യാനുഭൂതി സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഏകാദശ സ്കന്ധം ഉപസംഹരിക്കുകയാണ് ഋഷി ചെയ്തത്. ഏകാദശ സ്കന്ധത്തിലെ വിഷയം മുക്തിയാണ്. അത് നമ്മൾ തുടക്കത്തിലെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പൊ മുക്തിക്ക് വിപരീതമായിരിക്കുന്ന ബന്ധം എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്? ബന്ധമുണ്ടായിരിക്കുന്നത് അജ്ഞാനം കൊണ്ടാണ്. അപ്പൊ അജ്ഞാനം നശിക്കുവാൻ ജ്ഞാനം ഉണരുക തന്നെ, ബോധിക്കുക തന്നെ, സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യുന്നു. അപ്പോൾ
അജ്ഞാനബന്ധനാശകാരണമായ ആത്മജ്ഞാനമാണ് ഏകാദശ സ്കന്ധത്തിലെ പ്രതിപാദ്യ വിഷയമെന്ന് വ്യക്തമാവുകയും ചെയ്തിരിക്കുകയാണ്. ജഗത്തിലെ എല്ലാ വസ്തുക്കളും ഒരുപോലെ നശ്വരങ്ങളും മിഥ്യകളുമാണെന്ന് ഉറച്ച വിശ്വാസത്തോടെ ഒന്നിലും അപേക്ഷയില്ലാതെ കേവലം നിരപേക്ഷമായിക്കൊണ്ട് ലൗകികമായ തൃഷ്ണകളിൽ നിന്നെല്ലാം നിവർത്തിക്കുക തന്നെ ചെയ്യണം. അങ്ങനെയുള്ള സുദൃഢമായ വൈരാഗ്യം ഉറച്ചാൽ മാത്രമേ ജ്ഞാനത്തെ പ്രായോഗികമാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ സൂചനയാണ് ഏകാദശ സ്കന്ധത്തിലെ പ്രഥമാധ്യായത്തിലെ യാദവ വംശനാശത്തിന്റെ ബീജാവാപം എന്ന് നമുക്ക് ബോധിക്കുവാൻ സാധിച്ചു. അങ്ങനെ തന്നെ ജ്ഞാനം അനുഭവപ്പെട്ടു കഴിഞ്ഞാലത്തെ ലക്ഷണം ശരീരാദി ഉപാധികളും ജനന മരണങ്ങളും എല്ലാം തന്നെയും ഇല്ലാതെ ആവുകയുമാണ്. അതാണ് അവസാനത്തെ 2 അധ്യായങ്ങളെ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ അഖണ്ഡവും പരിപൂർണവുമായ ബ്രഹ്മജ്ഞാനം കൊണ്ട് ജീവൻ നിരുപാധികമായി ജീവഭാവം വിട്ട് മുക്തനായി തീരുമെന്ന് ഉപദേശിക്കുന്ന അവസാന ഭാഗമാണ് ഈ ഏകാദശ സ്കന്ധം. അങ്ങനെയുള്ള ഏകാദശ സ്കന്ധം നല്ലൊരു വേദാന്ത പ്രകരണമാണെന്ന് ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഇതിനെ ഭക്തി ശ്രദ്ധകളോടുകൂടി നിത്യേന കീർത്തിച്ചാൽ തന്നെ ഒരു വ്യക്തിയുടെ എല്ലാ അജ്ഞാനങ്ങളും നീങ്ങി ജന്മം സാഫല്യമാകുമെന്ന് അറിയിപ്പിച്ചുകൊണ്ട് ഏകാദശ സ്കന്ധം അവസാനിച്ചിരിക്കുകയാണ്. ഏകാദശ സ്കന്ധത്തിലെ വിഷയം എന്താണ്? മുക്തി. മുക്തിർഹിത് അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. താൻ എന്താണ്? തൻ്റേതല്ലാത്ത എല്ലാ രൂപങ്ങളെയും ഉപേക്ഷിച്ച് താൻ തന്നിൽ മാത്രമായിട്ട് നിലനിൽക്കുന്ന സ്ഥിതിവിശേഷം, അതാണ് മുക്തിക്ക് ആവശ്യമായിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മഹത് നിന്ദയുടെ ഫലമായി വന്നു ഭവിച്ച ഗുരുശാപത്തെ ഇല്ലാതാക്കുവാൻ സാധ്യമല്ല. ആ ഗുരുശാപമാണ് യാദവ വംശത്തെയും ഇവിടെ നശിപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഭഗവാൻ സുധാമഗമനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഭഗവാന്റെ ദിവ്യമായിരിക്കുന്ന അറിവുകളെ ശ്രീമദ് ഭാഗവതത്തിലൂടെ നമുക്ക് നൽകുകയും ചെയ്തു. ഈ സുധാമഗമനം എന്ന് പറയുന്നത് മുക്തിയെ കാണിക്കുന്നതാണ്. മുക്തി എന്ന് പറഞ്ഞാലോ എല്ലാ രൂപത്തെയും വിട്ട് തൻ്റെ നിജമായിരിക്കുന്ന, നിജാനന്ദമായിരിക്കുന്ന, ബ്രഹ്മസത്യമായിരിക്കുന്ന സ്വസ്വരൂപത്തിലുള്ള സ്ഥിതിയാണ് മുക്തി. അങ്ങനെ ഭഗവദ്ധ്യാനമംഗളമായ സ്വരൂപം ഭക്തഹൃദയങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടാണ് ഭഗവാൻ അപ്രത്യക്ഷമായിരിക്കുന്നത്. ഒരു കൊള്ളിയാൻ മിന്നുന്നത് പോലെ ബ്രഹ്മാദിദേവന്മാര് കൂടി ഭഗവാൻ ഇവിടെ നിന്ന് വന്നുവെന്നോ പോയെന്നോ അറിയാതെ നിശ്ചക്ഷരായി നിൽക്കുകയാണ് ചെയ്യുന്നത്. സാധാരണക്കാരായ അജ്ഞാനികൾ മാത്രം എന്താ ഭഗവാൻ സ്വരൂപമെടുത്തു ഉപേക്ഷിച്ചു എന്നെല്ലാം പറയുകയാണ്. പിന്നീട് ഇന്ദ്രപ്രസ്ഥത്തിലെ വജ്രനെ രാജാവാക്കി. അങ്ങനെ ഭഗവത് സ്മരണ കൊണ്ട് മാതാപിതാക്കളും പത്നിമാരും മറ്റുള്ളവരുമെല്ലാം ഭഗവത് ലോകത്തെ പ്രാപിച്ചു. ശ്രീ പരീക്ഷത്തിനെ രാജാവാക്കി യുധിഷ്ഠിരനും മറ്റു മഹാപ്രസ്ഥാനം വഴി വൈകുണ്ഠ ലോകത്തെ പ്രാപിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് 11ാമത്തെ സ്കന്ധം പരിപൂർണമായിരിക്കുകയാണ്. ഇനി നമുക്ക് ആശ്രയം എന്ന് പറയുന്ന 12ാമത്തെ സ്കന്ധത്തിലെ 12 അധ്യായങ്ങളെ 13 അധ്യായങ്ങളെ കുറിച്ചിട്ടാണ് വിചാരം ചെയ്യുവാനുള്ളത്. അതോടുകൂടി നമ്മുടെ ഈ ഭാഗവത ധ്യാനത്തിലൂടെ ഭാഗവതത്തിൻ്റെതായിരിക്കുന്ന അമൃതഭാഷണം അവസാനിക്കും. ഏതായാലും ഭഗവത് കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ രീതിയിലെങ്കിലും ഈശ്വര മഹിമയെ, ഭാഗവത മഹിമയെ വ്യക്തമാക്കുവാൻ സാധിച്ചത്. 11ാം സ്കന്ധത്തിന്റെ വിചാരം നമ്മിൽ അന്തർഭവിച്ചിരിക്കുന്ന എല്ലാ അജ്ഞാനമോഹങ്ങളെയും നശിപ്പിക്കുമെന്ന് അറിയിപ്പിക്കുകയാണ്. ശ്രദ്ധയോടുകൂടി ഈ ഭാഗവത ധ്യാനത്തിലെ ഭാഗവത മഹിമയെ എല്ലാവരും ശ്രവിച്ച് കൃതാർത്ഥരാകുവാൻ പരിശ്രമിക്കണം. അതിന് ഭഗവാനും ഞാനും അനുഗ്രഹിക്കുകയാണ്. ഹരിയോ. ഇനി നമുക്ക് അവസാന സ്കന്ധത്തിലെ ആശയങ്ങളെക്കുറിച്ച് വിചാരം ചെയ്യുവാൻ ആരംഭിക്കാം.